നിങ്ങളൊന്ന് സങ്കൽപ്പിക്കൂ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വീട്ടിൽ വഴക്ക്, അമ്മയും അച്ഛനും തമ്മിൽ കലഹം, അല്ലെങ്കിൽ നിന്നെക്കുറിച്ചുള്ള പരാതികൾ. നീ ഒന്നിനും കൊള്ളില്ല, നിന്റെ ജീവിതം എങ്ങോട്ടും പോകില്ല. നോക്കൂ, അവന്റെ മോൻ എത്ര നന്നായി ജോലി ചെയ്യുന്നു. ഈ വാക്കുകൾ കേട്ടുകൊണ്ടാണ് നിങ്ങൾ ഓരോ ദിവസവും തുടങ്ങുന്നത്. പിന്നെ എങ്ങനെ മനസ്സ് ശരിയാകും? എങ്ങനെ ജീവിതത്തിൽ മുന്നോട്ടു പോകും? ചാണക്യൻ പറഞ്ഞു, യാ ഗൃഹി ശാന്തിർനാസ്തി തസ്മിൻ ഗൃഹേ സർവം നശ്യതി. അതായത്, ഏത് വീട്ടിൽ സമാധാനമില്ലയോ ആ വീട്ടിൽ എല്ലാം നശിക്കും. ഇത് വെറും വാക്കല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ചെറുപ്പം മുതൽ കേൾക്കുന്ന വാക്കുകൾ, കാണുന്ന സംഭവങ്ങൾ, അനുഭവിക്കുന്ന വേദനകൾ, ഇവയെല്ലാം നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിയും. ശാസ്ത്രം പറയുന്നു, ഒരു കുട്ടി ചെറുപ്പത്തിൽ കേൾക്കുന്ന നെഗറ്റീവ് വാക്കുകൾ അവന്റെ ആത്മവിശ്വാസത്തെ തകർക്കും. വീട്ടിൽ സമാധാനമില്ലാത്ത ഒരാൾക്ക് പഠിക്കാൻ പറ്റില്ല, ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല, സ്വപ്നം കാണാൻ പോലും പറ്റില്ല. കാരണം മനസ്സ് എപ്പോഴും ആ വേദനയിൽ കുടുങ്ങിക്കിടക്കും. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്റെ വീട്ടിലെ അന്തരീക്ഷം നിന്റെ തെറ്റുകൊണ്ടുണ്ടായതല്ല. ചിലർ ജനിക്കുന്നത് തന്നെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലേക്കാണ്. അതാ കുട്ടിയുടെ കുറ്റമല്ല. ചാണക്യൻ പറഞ്ഞു, സാഹചര്യം നിന്നെ നിർണയിക്കില്ല. നീ സാഹചര്യത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് നിന്നെ നിർണയിക്കുന്നത്. ചരിത്രം നോക്കൂ, ചാണക്യൻ തന്നെ ഒരു ഉദാഹരണമാണ്. ദരിദ്രമായ കുടുംബത്തിൽ ജനിച്ചു. ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ മരിച്ചു. നന്ദരാജാവ് അദ്ദേഹത്തെ അപമാനിച്ചു. എന്നിട്ടും ആ മനുഷ്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ രാജ്യം പടുത്തുയർത്തി. സാഹചര്യം മോശമായിരുന്നു, പക്ഷെ അദ്ദേഹം അതിനെ ഒഴികഴിവാക്കിയില്ല. ഇനി ചാണക്യൻ പഠിപ്പിക്കുന്ന പ്രായോഗിക വഴികളിലേക്ക് വരാം. ഒന്നാമത്തെ കാര്യം, അകലം പാലിക്കുക, അകന്നുപോകുക അല്ല. വീട്ടിൽ നെഗറ്റീവ് സംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന തെറ്റ് ഒന്നുകിൽ അതിൽ പൂർണ്ണമായി ഇടപെടും, അല്ലെങ്കിൽ മനസ്സ് പൂർണ്ണമായി തകരും. ചാണക്യൻ പറഞ്ഞ വഴി ഇതല്ല. മനസ്സുകൊണ്ട് ഒരു ഭിത്തി പണിയണം. ആ ശബ്ദങ്ങൾ കേൾക്കാം, പക്ഷെ അത് ഉള്ളിലേക്ക് കയറ്റരുത്. ആരെങ്കിലും നീ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞാൽ ഉടൻ മനസ്സിൽ പറയൂ, ഇത് അവരുടെ അഭിപ്രായം, ഇത് സത്യമല്ല. രണ്ടാമത്തെ കാര്യം, നിന്റെ ഇടം കണ്ടെത്തുക. ചാണക്യൻ പറഞ്ഞു, ബുദ്ധിമാനായ മനുഷ്യൻ ആരവത്തിൽ നിന്നൊഴിഞ്ഞ് ഏകാന്തതയിൽ ചിന്തിക്കും. ഓരോ ദിവസവും കുറഞ്ഞത് അരമണിക്കൂർ നിനക്ക് മാത്രമായ ഒരു സമയം കണ്ടെത്തൂ. ആ സമയം നിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കൂ, പുസ്തകം വായിക്കൂ, നടക്കൂ. ആ അരമണിക്കൂർ നിന്റെ ദിവസത്തെ മുഴുവൻ മാറ്റും. മൂന്നാമത്തെ കാര്യം, വാക്കുകളോട് പ്രതികരിക്കരുത്. വീട്ടിൽ ആരെങ്കിലും കലഹിക്കുമ്പോൾ നമ്മൾ ഉടൻ മറുപടി പറഞ്ഞ് അതിലിടപെടും. ഇത് ഊർജം പാഴാക്കലാണ്. ചാണക്യൻ പറഞ്ഞു, മൂഢനോട് വാദിക്കുന്നവൻ തന്നെ മൂഢനാകും. ചിലപ്പോൾ മൗനം ഏറ്റവും ശക്തമായ ഉത്തരമാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചാണക്യൻ പറഞ്ഞു, ലക്ഷ്യമില്ലാത്ത മനുഷ്യൻ കാറ്റിൽ പറക്കുന്ന ഇല പോലെയാണ്. ലക്ഷ്യമുള്ള മനുഷ്യൻ കൊടുങ്കാറ്റിലും വഴി കണ്ടെത്തും. നിന്റെ വീട്ടിൽ ശബ്ദമുണ്ടാകട്ടെ, പ്രശ്നങ്ങളുണ്ടാകട്ടെ, പക്ഷേ നിനക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യം നിന്നെ മുന്നോട്ട് വലിക്കും. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരു മരം കൊടുങ്കാറ്റിലാടും, പക്ഷെ വേരുകൾ ആഴത്തിലുണ്ടെങ്കിൽ വീഴില്ല. നിന്റെ ലക്ഷ്യമാണ് ആ വേര്. ഇന്ന് തന്നെ ഒരു ചെറിയ കാര്യം ചെയ്യൂ. ഒരു കടലാസ് എടുക്കൂ. നിനക്ക് ജീവിതത്തിൽ എന്തു വേണമെന്നെഴുതൂ. ആ കടലാസ് നിന്റെ കട്ടിലിനടുത്ത് വയ്ക്കൂ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം അത് വായിക്കൂ. ഈ ഒരു ശീലം നിന്റെ ദിവസം ആരംഭിക്കുന്ന രീതി തന്നെ മാറ്റും. ഇനിയൊരു കഠിനമായ സത്യം, നിന്റെ വീട്ടിലെ ആളുകൾ മാറണം എന്ന് നിനക്ക് ആഗ്രഹമുണ്ടാകും. അമ്മ ഇങ്ങനെ സംസാരിക്കരുത്, അച്ഛൻ ഇങ്ങനെ പ്രവർത്തിക്കരുത്, ഇത് സ്വാഭാവികം. പക്ഷെ ചാണക്യൻ പറഞ്ഞു, മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിക്കുന്നതിൽ ഊർജം പാഴാക്കരുത്. നിന്നെ നീ മാറ്റൂ. മറ്റൊരാളെ മാറ്റാൻ ശ്രമിക്കുന്നത് ആ ആളുടെ ഭാരം കൂടി നിന്റെ തലയിൽ വയ്ക്കുന്നതാണ്. ആ ഭാരം ചുമന്ന് നിനക്കോടാൻ പറ്റില്ല. നിന്നെ നീ ശ്രദ്ധിക്കൂ. നിന്റെ ചിന്തകൾ, നിന്റെ ശീലങ്ങൾ, നിന്റെ പ്രവൃത്തികൾ, ഇതിൽ ശ്രദ്ധിക്കൂ. ബാക്കിയെല്ലാം ശരിയാകും. ഒരു കാര്യം ഓർക്കൂ, ചരിത്രത്തിലെ ഏറ്റവും വലിയ മനുഷ്യർ ഒരിക്കലും ആദർശ കുടുംബത്തിൽ നിന്ന് വന്നവരായിരുന്നില്ല. അവർ ബുദ്ധിമുട്ടുകൾക്കിടയിൽ നിന്ന് ഉയർന്നവരായിരുന്നു. നിന്റെ വേദന നിന്റെ ശക്തിയാകണം. നിന്റെ ബുദ്ധിമുട്ട് നിന്റെ പ്രചോദനമാകണം. ചാണക്യൻ പറഞ്ഞു, ഇരുട്ട് ഏറ്റവും കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് വരുന്ന വെളിച്ചമാണ് ഏറ്റവും ശക്തം. നീ ആ വെളിച്ചമാണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഇടൂ. നിന്റെ ജീവിതത്തിൽ ഇത്തരം സാഹചര്യം അനുഭവിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്യൂ. കാരണം ഒരുപക്ഷേ ഇന്ന് ഈ വാക്കുകൾ കേൾക്കേണ്ടത് അവരാണ്.